നമസ്കാരം. മറുപടിയിലേക്ക് സ്വാഗതം. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി 267 പാപ്പായായി പത്രോസിൻ്റെ സിംഹാസനത്തിലേക്ക് വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അമേരിക്ക ഷിക്കാഗോയിൽ ജനിക്കുകയും പെറുവിൽ തൻ്റെ ശുശ്രൂഷ ജീവിതം നയിക്കുകയും ചെയ്ത കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രോവിസ്റ്റോ ആണ്. ലിയോ 14 എന്ന മാർപ്പാപ്പ നാമം സ്വീകരിച്ച അദ്ദേഹം തൻ്റെ കർമ്മപഥത്തിൽ ഫ്രാൻസിസ് പാപ്പ തിരികൊളുത്തിപ്പോയ ജീവിത ശൈലി അനുകരിക്കുമോ? അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് ഒരു മിഷണറിയായി തീർന്ന അദ്ദേഹം പാപ്പയായിരിക്കുമ്പോഴും ആഗോള കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ല ആഗോള ജനതയ്ക്ക് ഒരു മാതൃകയായും ഒരു പിതാവായും ജീവിക്കുമോ? അദ്ദേഹത്തിൻ്റെ ജീവിതം, പെറുവിലെ ജീവിതം ഒരു മിഷണറിയായി തന്നെയായിരുന്നു. സാധാരണ ജീവിതങ്ങൾക്ക് താങ്ങായും തടലായും ജീവിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. ഫ്രാൻസിസ് പാപ്പ പറയുന്നത് പോലെ ആടുകളുടെ മണമുള്ള ഒരു ഇടയനായിരുന്നു. ഈ ഇടയൻ്റെ ജീവിതം നേരിട്ട് കണ്ടറിഞ്ഞ, അനുഭവിച്ച ചില വ്യക്തിത്വങ്ങളുണ്ട്. അത്തരത്തിൽ പെറുവിൽ ജീവിക്കുന്ന, അവിടെ മിഷണറി പ്രവർത്തനം ചെയ്യുന്ന ഒരു കൂട്ടം സിസ്റ്റേഴ്സാണ് ഇന്ന് മറുപടിയിൽ നമ്മോടൊപ്പം ചേരുന്നത്. സിസ്റ്റേഴ്സ് ഓഫ് ഡെസ്റ്റിറ്റ്യൂട്ട്, SD സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന, കേരളത്തിൽ നിന്നും ഇന്ത്യയിലും അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും മിഷൻ പ്രവർത്തനങ്ങളുമായി ജീവിക്കുന്ന നമ്മുടെ സിസ്റ്റേഴ്സ് ഷെക്കേന ന്യൂസിനോട് പങ്കുവയ്ക്കുകയാണ് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പയുമൊത്തുള്ള അനുഭവങ്ങളും അതോടൊപ്പം തന്നെയുള്ള സാക്ഷ്യങ്ങളും. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സിസ്റ്റേഴ്സിനും സ്വാഗതം. ലിയോ 14 പാപ്പയെക്കുറിച്ചുള്ള ഓർമ്മകൾ, അദ്ദേഹം പെറുവിലാണ് തൻ്റെ ശുശ്രൂഷ ജീവിതം നയിച്ചത് എന്ന് ഈ ലോകം മുഴുവൻ വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം നേരിട്ട് കണ്ട വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ. കേരളത്തിൽ നിന്ന് ആരംഭിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശുശ്രൂഷ ജീവിതം നയിക്കുന്ന സിസ്റ്റേഴ്സ് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പയുടെ ജീവിതം നേരിൽ കണ്ട വ്യക്തിത്വങ്ങൾ കൂടിയാണ്. നിങ്ങളോട് ചോദിക്കാനുള്ളത്, പിതാവിൻ്റെ ജീവിതം എന്തായിരുന്നു? സാധാരണക്കാർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു വ്യക്തിത്വമായിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പിതാവ് അമേരിക്ക ഷിക്കാഗോയിൽ ജനിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് പെറുവിൽ സാധാരണക്കാർക്കിടയിൽ വൈദികനായും മെത്രാനായും കർദിനാളുമായിട്ടൊക്കെയുള്ള ജീവിതമായിരുന്നു. എങ്ങനെയാണ് പിതാവിനെ കണ്ടുമുട്ടിയ ആ നിമിഷം? അതിപ്പോഴും ഓർക്കുന്നുണ്ടോ? ആ അനുഭവത്തെക്കുറിച്ചൊന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാമോ? സ്തുതിയായിരിക്കട്ടെ. ഞാൻ സിസ്റ്റർ ബെറ്റി ട്രീസ രംഗഞ്ചേരി. ഞങ്ങളിവിടെ പെറുവിൽ വന്നത്, ചിക്ലായോയിൽ വന്നത് 2022 സെപ്റ്റംബറിലായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് പിതാവിനെ കാണാൻ ഒരു മാസത്തിന് ശേഷമാണ് ഒരു അവസരം ലഭിച്ചത്. ഞങ്ങൾ പിതാവിനെ കാണാൻ ബിഷപ്സ് ഹൗസിൽ ചെന്നപ്പോൾ, ബിഷപ്സ് ഹൗസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലെ വലിയ ഹൗസൊന്നുമല്ല, ചെറിയൊരു ഹൗസാണ്. ഞങ്ങൾ ചെന്നപ്പോൾ വളരെ ലളിതമായിട്ട്, വളരെ സ്നേഹത്തോടെ, യാതൊരു ഔപചാരികതയും ഇല്ലാതെ വളരെ സ്നേഹത്തോടെയായിരുന്നു പിതാവ് ഞങ്ങളെ സ്വീകരിച്ച് പിതാവിന്റെ സ്വീകരണ മുറിയിൽ കൊണ്ടിരുത്തി. അപ്പൊ ഞങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് പറഞ്ഞപ്പോൾ പിതാവിന് വളരെ സന്തോഷം. അപ്പൊ ഞങ്ങളുടെ ഭാഷയുടെ പരിമിതി മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളോട് ഇംഗ്ലീഷിലാണ് പിതാവ് സംസാരിച്ചത് മുഴുവൻ. അപ്പൊ ഇവിടെ നിന്നാണ്, എന്താണ് നിങ്ങൾ എത്തിയത്? ഞങ്ങളിവിടെ സെന്റ് ജോൺ ഓഫ് ഗോഡ് ബ്രദേഴ്സ് ഇൻവൈറ്റ് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. ഇവിടെ എന്താണ് നിങ്ങളുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ ചോദിച്ചറിഞ്ഞ്, ഇങ്ങനെ ഡിസബിലിറ്റി ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ പിതാവിന് വളരെ സന്തോഷം. കാരണം സമൂഹത്തിലെ മറ്റപ്പെട്ടവരുടെ കൂടെ നിങ്ങൾ പ്രവർത്തിക്കാൻ എത്തിയല്ലോ, നിങ്ങളുടെ കരിസവും അത് തന്നെയാണ് എന്നൊക്കെ പിതാവ് ചോദിച്ചറിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ പിതാവിന് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രൊവിൻഷ്യലായിരിക്കുന്ന തിയോസ് എഴുതിയ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, ദ ലൂമിനസ് ടവേഴ്സ് ഓഫ് കമ്പാഷൻ എന്ന് പറയുന്ന പുസ്തകം. അതായത് പരിശുദ്ധ പിതാവിനെയും മദർ തെരേസയും ഞങ്ങളുടെ സ്ഥാപകനായ ധന്യൻ വർഗീസ് ബൈബിൾ അച്ഛന്റെയും ജീവിതങ്ങൾ കോർത്തിണക്കിയത്. 3 പേരും കരുണയുടെ വക്താക്കളാണ്. ഒരു 3 പേരുടെയും ജീവിതങ്ങളെ കോർത്തിണക്കി എഴുതിയ ഒരു പുസ്തകമാണ്. ഇത് ഞങ്ങൾ കൊടുത്തത് പിതാവ് വളരെ സന്തോഷത്തോടെ അത് തുറന്നു നോക്കി വെച്ച്, ഞാനിത് വായിക്കും എന്ന് പറഞ്ഞത് പിതാവ് മേടിച്ചു വെച്ചു. ഞങ്ങൾക്കിപ്പോ ഒരു പ്രതീക്ഷ, ഇത് വായിച്ചുകൊണ്ട് പിതാവ് ധന്യനായിരിക്കുന്ന വർഗീസ് ബൈബിൾ അച്ഛനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താനുള്ള പ്രോസസ്സുകൾ തുടർന്ന് ത്വരിതഗതിയിൽ നടത്തുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ആ ഒരു കൂടിക്കാഴ്ച വളരെ ഒരു സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. ഞങ്ങളെ യാത്ര പറഞ്ഞ്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇവിടുത്തെ വളരെ അനുഗ്രഹപ്രദമാകട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ആശംസിച്ചു. ഇത് ഞങ്ങളെ യാത്ര പറഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പ് പിതാവിന്റെ ആശീർവാദം മേടിച്ചിട്ട് ഞങ്ങൾ ചോദിച്ചു, ഒരു ഫോട്ടോ ഞങ്ങളുടെ കൂടെ പിതാവിന്റെ കൂടെ എടുക്കാനുള്ള അനുവാദം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിനെല്ലാം വളരെ സന്തോഷം. അകത്ത് നിന്നാൽ ഇരുട്ടാണ്, നമുക്ക് പുറത്തു പോയി നിന്ന് എടുക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളോടൊപ്പം ഒരു ഫോട്ടോ ചുമ്മാ എടുത്തിട്ട് വന്ന് ഞങ്ങളോടൊപ്പം നിന്നൊരു ഫോട്ടോ എടുത്തും ഞങ്ങളെ യാത്രയാക്കി വലിയൊരു നല്ലൊരു ഓർമ്മയാണ് ഞങ്ങൾക്കുള്ളത്.
ലാളിത്യത്തിന്റെ ഒരു ഭാവമായിരുന്നു പിതാവിന് എപ്പോഴും ഉള്ളത്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതുപോലെ ഒരു ഇടയൻ ആടുകളുടെ മണമുള്ള ഒരു ഇടയനാകണമെന്നൊരു വലിയൊരു ചിന്ത പാപ്പ പങ്കുവച്ചിരുന്നു. ശരിക്കും പാപ്പയുടെ ഒരു വിയോഗത്തിന് ശേഷം കടന്നു വരുന്ന ലിയോ 14 പാപ്പ ആ ഒരു പാപ്പയുടെ ഒരു ചിന്ത അത് ജീവിതത്തിൽ പകർത്തിയ ഒരു വ്യക്തിത്വം കൂടിയാണെന്നാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാപ്പ വൈദികനായിട്ടും മെത്രാനായിട്ടും ഒക്കെ ജീവിച്ച പെറുവിൽ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ നോക്കിക്കേണ്ടത്? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ഞാൻ സിസ്റ്റർ ബീറ്റ ജോസ് SD. ഞങ്ങള് പരിശുദ്ധ പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തില് വളരെ മനോഹരമായ ഒരു വാക്യമുണ്ട്. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ലിയോ 14 പാപ്പ ഞങ്ങളുടെ പിതാവ് ഇവിടെ അത് അക്ഷരാർത്ഥത്തിൽ ജീവിച്ചു എന്ന് വേണം പറയാൻ. ജീവൻ, ആടുകൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും പിതാവിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും തലപ്പത്ത് മുതൽ ഏറ്റവും താഴെ വരെയുള്ളവരുടെ അടുത്തേക്ക് പിതാവ് ഇറങ്ങിച്ചെന്ന് പിതാവ് സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒരുപോലെയായിരുന്നു. എന്ത് പിതാവ് പറയുന്നോ അത് പ്രവർത്തിച്ചു കാണിക്കുന്ന പിതാവ്. എപ്പോഴും ഒരു നല്ല പാസ്റ്റർ ആയിരുന്ന പിതാവ് എപ്പോഴും പറയും, പാവങ്ങളിൽ ഈശോയുടെ മുഖം കാണണമെന്ന്. അപ്പം പിതാവിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ആ പാവങ്ങളിൽ ഈശോയുടെ മുഖം കണ്ടുകൊണ്ടായിരുന്നു. പ്രത്യേകിച്ച് ചിക്ലായയിലെ ഓരോ ദുരിത അനുഭവങ്ങളില്, വെള്ളപ്പൊക്കമുണ്ടായ അവസരങ്ങളില്, കോവിഡ് ഉണ്ടായ സമയങ്ങളില് ഇതൊക്കെ മറ്റുള്ളവരെല്ലാവരും വന്ന് സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു. പിതാവ് തന്നെ സാധാരണ ഒരു മനുഷ്യനെ പോലെ പിന്നെ കിറ്റുകളും സാധനങ്ങളും എല്ലാമായിട്ട് സാധാരണ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമായിരുന്നു. പിതാവിന് സ്വന്തമായിട്ട് ഒരു വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടിയിലെടുത്ത് അതിന്റെ അകത്ത് കിറ്റുകളെല്ലാം പിതാവ് തന്നെ നിറച്ച് പിതാവ് തന്നെ എടുത്തുകൊണ്ട് അവന്റെ അജഗണങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരവസ്ഥയായിരുന്നു. സാധാരണ പിതാവിനെ എപ്പോഴും കാണുന്നത് സാധാരണ ഒരു വേഷത്തിലാണ്. അതുപോലെ ഒരു പിതാവാണെന്ന് നമുക്ക് കണ്ടാൽ തിരിച്ചറിയുന്ന പിതാവ് കഴുത്തേൽ ഇപ്പോഴും പിതാവിന്റെ കുരിശും മാലയും ഇടുമായിരുന്നു. അങ്ങനെ മാത്രമാണ് പിതാവ് തിരിച്ചറിയുന്നത്. അത്രമാത്രം ലാളിത്യവും പിന്നെ എന്താണ് പിതാവ് നല്ലൊരു പിന്നെ മറ്റുള്ള ഈശോയുടെ മുഖം പാവങ്ങളിൽ കണ്ട് ശുശ്രൂഷിച്ച ഒരു വ്യക്തിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ജീവനുണ്ടാകാൻ, ആത്മീയമായും ബാഹ്യമായും ജീവനുണ്ടാകാൻ അക്ഷീണം തന്നെ കൊടുത്ത ഒരു പിതാവായിരുന്നു. ഞങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ പറ്റി. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഒരു പ്രാവശ്യം ഞങ്ങളുടെ ഈ ഹൗസിൽ തന്നെ പിതാവ് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വന്നിരുന്നു. വിശുദ്ധ കുർബാന അർപ്പണത്തിന് ശേഷം അപ്പം ഞങ്ങളുടെ ഈ ഹൗസ് എന്ന് പറയുന്നത് സെന്റ് ജോൺ ഓഫ് ഗോഡുകാരുടെ സെന്റ് ജോൺ ഓഫ് ഗോഡ് ബ്രദേഴ്സിന്റെ ഒരു ഹോസ്പിറ്റലാണ് ഇത്. അവരാണ് ഞങ്ങളെ ഈ ഹൗസിലേക്ക് ക്ഷണിച്ചത്. ഞങ്ങളുടെ കാര്യവും അവരുടെ കാര്യവും ഒരുപോലെ പോകുന്നുണ്ട്. അപ്പം ഇവിടെ വന്നൊരു കുർബാന അർപ്പിച്ചപ്പോ പിതാവിന്റെ പ്രസംഗത്തിലെ മുഴുവൻ കണ്ടന്റ് അത് അന്ന് എന്ന പോലെ ഇന്നും എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. പിതാവ് പറയുന്നത്, നിങ്ങള് ഈശോയെയാണ് ശുശ്രൂഷിക്കുന്നത്. നിങ്ങൾ ശുശ്രൂഷിക്കുന്ന ഓരോരുത്തരെയും, നിങ്ങൾ കയ്യിലെടുക്കുന്ന ഓരോരുത്തരെയും, നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് ഓരോരുത്തരും നിങ്ങൾ ഈശോയെയാണ് ശുശ്രൂഷിക്കുന്നത്. അപ്പം എനിക്ക് ഒത്തിരി അഭിമാനം തോന്നി. കാരണം ഞങ്ങൾക്ക് 1927 ഞങ്ങളുടെ സഭ തുടങ്ങിയപ്പം ഞങ്ങളുടെ സ്ഥാപക പിതാവ് പറഞ്ഞു തന്നെ അതേ കാര്യം, മക്കളെ നിങ്ങളുടെ ഭക്തി പാവങ്ങളോടുള്ള ഭക്തിയായിരിക്കണം. അഗതി സേവനം നിങ്ങൾക്ക് നിരന്തരം ദൈവ അനുഭവമായിരിക്കണം. എനിക്ക് അന്ന് പിതാവ് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്ഥാപക പിതാവിനെ കൃത്യം മനസ്സിൽ വരികയും, അതുപോലെ തന്നെ ഈ വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഞാനിവിടെ
പിള്ളേരുടെ വികലാംഗരായ കുട്ടികളുടെ അടുത്ത് അവരെയാണ് ശുശ്രൂഷിക്കുന്നത്. അപ്പം അവരെ ശുശ്രൂഷിക്കുമ്പോ ഞാൻ കുർബാന കഴിഞ്ഞ് ചെന്ന പാടെ അവരോട് ഞാൻ പറഞ്ഞു, നമ്മളോട് പിതാവ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നമ്മള് ഈശോയെയാണ് ശുശ്രൂഷിക്കുന്നത്, ഈശോയെയാണ് നമ്മൾ കുളിപ്പിക്കുന്നത്, ഈശോയ്ക്കാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്, ഈശോയെയാണ് നമ്മളെ ഡ്രസ് ഇരിക്കുന്നതെന്നൊക്കെ ഞാൻ അവരോട് അന്നേരം പറഞ്ഞത് ഞാൻ ഇപ്പോഴും കൃത്യമായിട്ടോ. പെറുവിലെ ചിക്ല രൂപതയിലെ പിതാവിൻ്റെ പ്രവർത്തനം നിങ്ങൾ കണ്ടപ്പോൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പിതാവ് ഇങ്ങനെ ആഗോള കത്തോലിക്ക സഭയുടെ തലവനായി വരുമെന്ന്, അല്ലെങ്കിൽ ഇത്രയും ഉയർന്ന പദവിയിലേക്ക് അദ്ദേഹം വിളിക്കപ്പെടുമെന്നൊരു ചിന്ത എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? ഞങ്ങള് പിതാവിനെ കാണുന്ന സമയത്ത് പിതാവ് വളരെ ഒരു സൗമ്യനാണ്, വളരെ നിഷ്കളങ്കനാണ്, വളരെ ശാന്തഭാവനാണ് പിതാവ്. ഈ പറഞ്ഞതുകൊണ്ടൊക്കെ ഞങ്ങൾ പിതാവുമായിട്ട് സംസാരിക്കുമ്പോൾ ഭാവിയിൽ ഇതൊരു മാർപ്പാപ്പയാണ് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നത് എന്ന് അന്ന് ചിന്തിക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ 9 വർഷക്കാലം ഞങ്ങൾ ചിക്ലായ രൂപതയെ നയിച്ചു. ചിക്ലായിലുള്ള ഓരോ വ്യക്തികളുടെയും മനസ്സിൽ പിതാവ് ഇന്നും ജീവിക്കുന്നുണ്ട്. ചിക്ലായിലെ പല സ്ഥലങ്ങളിൽ വിശുദ്ധ ബലിക്ക് പോകുമ്പോൾ ധാരാളം ദൈവജനങ്ങൾ പിതാവിന്റെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനും പിതാവിന്റെ മെസ്സേജുകൾ കേൾക്കാനും ഒത്തിരി ആൾക്കാർ കൂടിയിട്ടുള്ള അവസരങ്ങളാണ് അവ ഓരോന്നും. ആരെങ്കിലും ഒക്കെ പിതാവെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരിക്കലും വൈമനസ്യം കാണിക്കാതെ എല്ലാവരുടെയും കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു. ഈ 9 വർഷത്തിന് ശേഷം പിതാവിന് പല ലാറ്റിൻ അമേരിക്കയുടെ ചാർജുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിതാവിനെ ഇവിടുന്ന് ഒരു കർദിനാളായിട്ട് റോമിലേക്ക് വിളിച്ച് കർദിനാൾ ആക്കിയപ്പോഴത്തേക്കിന് ഇവിടെ അതിനുശേഷം വിശുദ്ധ ബലി അർപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ പിതാവിനോട് പറഞ്ഞു, ഇനി ഇവിടെ തിരിച്ചു വരുമ്പോ പോപ്പായിട്ട് തിരിച്ചു വരണം കേട്ടോ എന്നിങ്ങനെ പറഞ്ഞാണ് പിതാവിനെ അയച്ചത്. ഇവിടെ ഇങ്ങനെ ഇപ്പം പല പിതാക്കന്മാരുടെയും പേരുകൾ വന്നപ്പോഴത്തേക്കിന് ഇവിടെ ഇങ്ങനെ നമ്മുടെ പിതാവിന്റെ പേര് വന്നിട്ടുണ്ടോ എന്ന്. എങ്കിലും അതിനുശേഷം എല്ലാരും പറയുമായിരുന്നു, നമ്മുടെ പിതാവ് പോപ്പാകും, നമ്മുടെ പിതാവ് പോപ്പാകും എന്നിങ്ങനെ പറഞ്ഞു. ആ പറഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷയാണ്, ശരിയാ ഞങ്ങളുടെ പിതാവ് വരുമായിരിക്കുന്നു. പിന്നെ ഞങ്ങൾ ഈ ന്യൂസുകളൊക്കെ കണ്ടതിന് ശേഷം പിതാവിന്റെ പേര് വന്നപ്പോൾ അയ്യോ പിതാവ് നമ്മുടെ പിതാവാണോ, നമ്മുടെ പിതാവാണോ, അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് വന്നപ്പോഴത്തേക്കിന് എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു. അങ്ങനെ പിതാവ് ഈശോയുടെ മുഖം, കാരുണ്യത്തിന്റെ മുഖം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഫ്രാൻസിസ് പാപ്പ നയിച്ച അതേ രീതിയിൽ തന്നെ ആ കാരുണ്യത്തിന്റെ ഭാവവും ജീവിതവും നമ്മുടെ ഈ ലയോ 14 മാർപ്പാപ്പ ജീവിക്കും, നയിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ചിക്ലായിലുള്ള എല്ലാ ദൈവവിശ്വാസികളും വളരെ സന്തോഷത്തിലാണ് എല്ലാവരും. പിന്നെ ഈ പറഞ്ഞ കണക്ക് പിതാവ് ഒരു അമേരിക്കക്കാരനാണെന്നോ അല്ല ഒരു അഗസ്റ്റിൻ സന്യാസ സഭയുടെ വ്യക്തിയാണ് എങ്കിലും ആ ഒരു ഭാവമൊന്നുമില്ല. പലപ്പോഴും പുള്ളി ജനറാളാലും അവരുടെ സഭയുടെ ജനറാൾ ആയതുകൊണ്ട് നമ്മുടെ ഈ കേരളത്തിലെ കൊച്ചിയിലെ പല സമയത്തൊക്കെ വന്നിട്ടുണ്ട്, വരികയും സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ കേരളത്തിൽ വന്നിട്ടുണ്ട് പല സ്ഥലത്തും, പിന്നെ അവരുടെ കോർഡിനേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം പിതാവ് നല്ലൊരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ്. ഒരു ആർഭാട ജീവിതമൊന്നുമല്ല, വളരെ ഒരു സാധാരണക്കാരന്റെ ജീവിതമാണ്. പുള്ളിക്ക് ഇംഗ്ലീഷ്, സ്പാനിഷ്, ഇറ്റാലിയൻ അങ്ങനെയുള്ള പല ഭാഷകളൊക്കെ നന്നായി തന്നെ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. അഗസ്റ്റീനിയൻ സഭയിൽ നിന്നുള്ള ഒരു സന്യാസിയായിരുന്നു പരിശുദ്ധ പിതാവ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ 2004-ലെയും 2006-ലെയും ഇന്ത്യയിലെ അഥവാ കേരളത്തിലെ സന്ദർശനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഒക്കെ വളരെ ചർച്ചാ വിഷയമാണ്. നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോസും ചിത്രങ്ങളൊക്കെ അത് സംബന്ധിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ പരിചയപ്പെടുന്ന സമയത്തോ അല്ലെങ്കിൽ അതിനുശേഷമോ എപ്പോഴെങ്കിലും പിതാവ് കേരളത്തെക്കുറിച്ചോ ഇന്ത്യയെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ ഇവിടെ സന്ദർശനം നടത്തിയ ആ സംഭവങ്ങളെക്കുറിച്ചൊക്കെ പിതാവ് പറഞ്ഞിട്ടുണ്ടോ? അതേക്കുറിച്ച് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങള് 2023 പിതാവിനെ ഫസ്റ്റ് കാണാൻ ചെന്നപ്പോൾ ഞങ്ങള് ഇന്ത്യയിൽ നിന്ന് അങ്ങനത്തെ വന്നതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങള് തന്നെ പിതാവെ ഇന്ത്യയിലേക്ക് വരണം, കേരളത്തിൽ വരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞു, ഞാൻ പല പ്രാവശ്യം ഇന്ത്യയിൽ വന്നിട്ടുണ്ടെന്ന്. അത് കേട്ടപ്പോ ഞങ്ങൾക്ക് നല്ല ആകാംക്ഷയായി, ഇന്ത്യയിൽ എവിടെയാണ് വന്നത്? അപ്പൊ പറഞ്ഞു, ഞാൻ കേരളത്തിൽ. അപ്പൊ ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ളതാന്ന് പറഞ്ഞപ്പോഴത്തേനും പിതാവ് പറഞ്ഞു,
ഞാൻ കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ പിതാവിന് കൃത്യമായിട്ട് ആലുവയുടെ ഞങ്ങള് എറണാകുളം ആലുവ ഞങ്ങളുടെ രൂപത തുടങ്ങിയത് എറണാകുളമാണെന്ന് പറഞ്ഞപ്പോ പിതാവ് പറഞ്ഞു ആലുവ അങ്ങനെയുള്ള സ്ഥലത്ത് ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ എന്റെ കമ്മ്യൂണിറ്റിയില് ബ്രദേഴ്സ് എന്റെ അച്ഛന്മാരെയൊക്കെ കാണാനായിട്ടും സന്ദർശിക്കാനായിട്ടും കാനോനിക വിസിറ്റിനായിട്ടും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പിതാവ് ജനറൽ ആയിരുന്നു എന്നുള്ളത് പോലും പിതാവ് വെളിപ്പെടുത്തിയിട്ടില്ല ഞങ്ങളുടെ അടുത്ത്. അതെ, അതേപോലും വെളിപ്പെടുത്താൻ അത്രയ്ക്ക് ലാളിത്യത്തിലായിരുന്നു പിതാവ്. ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതല്ലാതെ കൂടുതലും ഞാൻ ജനറൽ ആയിരുന്നപ്പോൾ സന്ദർശിക്കാൻ സാധിച്ചു അങ്ങനെ ഒരു വാക്കേ പറഞ്ഞിട്ടില്ല. അതെ, സോറി കേട്ടോ, അത് ജനറൽ ആയിരുന്നപ്പോഴായിരിക്കും ഞാൻ പറയാൻ വന്നാണ് ആയിരിക്കും സന്ദർശിച്ചത്. അത്രയ്ക്ക് ലാളിത്യത്തോടെയായിരുന്നു പിതാവിന്റെ ഇടപെടൽ. ഞാൻ കേരളത്തിൽ വന്നിട്ടുണ്ട്, നല്ല സ്ഥലമാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇനി വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ പ്രൊമോഷൻ ഹൗസിലൊക്കെ വരണം. തീർച്ചയായിട്ടും ഇനി വരാൻ അവസരം കിട്ടുവാണെങ്കിൽ വരാം എന്ന് പറഞ്ഞു. പക്ഷേ ഇനിയൊരു അവസരത്തിൽ അത് ഞങ്ങള് കേരളത്തിലേക്ക് വരണം എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാണ് ഞാൻ വന്നിട്ടുണ്ടെന്ന് പിതാവ് ഞങ്ങളോട് പ്രസന്റ് ചെയ്യും. ഈ കോവിഡിന്റെ സമയത്ത് പിതാവിന്റെ ചില പ്രവർത്തനങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നു. കോവിഡിന് ലോക്ക്ഡൗൺ ആയിരിക്കുന്ന ചില സ്ഥലങ്ങളിലൂടെ പരിശുദ്ധ കുർബാന കയ്യിൽ പിടിച്ച് വിശുദ്ധ കുർബാനയുമായിട്ട് ഓരോ തെരുവുകളിലൂടെ പോകുന്ന പിതാവിനെ നമ്മളെല്ലാവരും കണ്ടതാണ്. പിതാവ് ഒരു മിഷണറി ആയിട്ട് ജീവിക്കുന്ന തലത്തിൽ ചിന്തിക്കുമ്പോൾ മിഷണറിമാരോട് എങ്ങനെയാണ് പിതാവിൻ്റെ സമീപനം? ഒരുപാട് സപ്പോർട്ട്, പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ അവിടെ ചെന്നു, അവിടെ മിഷണറി പ്രവർത്തനം ചെയ്യുന്നു. പിതാവിന്റെ ഞങ്ങൾ കേട്ടറിഞ്ഞിടത്തോളം നമ്മൾ കണ്ടിട്ടുള്ളത് വളരെ ഒഫീഷ്യലായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ നമ്മൾ കാണുന്നിടത്തോളം ഇപ്പം നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുമ്പോൾ പിതാവിന് ഇവിടെയുള്ള ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഞങ്ങളുടെ വീട്ടിലെ സ്വന്തം ഒരാൾ പോലെയാണ് ഇവിടെയുള്ള ഓരോരുത്തർക്കും. അതായത് പാവങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളത് പിതാവിന് വളരെ ഒരു ഹരമായിരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ഇവിടെയുള്ള ഒരു സഹോദരനുമായിട്ട് സംസാരിച്ചപ്പോൾ ആ സഹോദരൻ പറയായിരുന്നു, ഒരു ദിവസം ആ സഹോദരൻ കത്തീഡ്രലിന്റെ ബിഷപ്പ് സോസിനടുത്തുള്ള കത്തീഡ്രലിന്റെ ഫ്രണ്ടിൽ ഒരു പാർക്കുണ്ട്. ആ സഹോദരൻ നോക്കുമ്പോൾ പിതാവ് ആ പാർക്കിന്റെ അവിടെ നമ്മുടെ ഷൂ പോളിഷ് ചെയ്യാൻ ഒരാളിരിപ്പുണ്ട്. ആ ആളുടെ കൊണ്ട് പിതാവിന്റെ ഷൂ പോളിഷ് ചെയ്യാൻ കൊടുത്തിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഈ സഹോദരൻ ചോദിച്ചു, അയ്യോ പിതാവെ ബിഷപ്പ് ഹൗസിൽ ആരും ഇല്ലേ ഷൂ പോളിഷ് ചെയ്യാൻ സഹായിക്കാൻ ആരില്ലേ? പിതാവ് പറഞ്ഞു, ഈ സഹോദരൻ ഞാൻ ദൈവത്തിന്റെ പ്രതിനിധിയെയാണ് ഞാനിവിടെ കാണുന്നത്. ഈ സഹോദരൻ ഇപ്പൊ ഒരു ആവശ്യമുണ്ട്, അതായത് ജോലി ചെയ്യുക എന്നുള്ള ഒരു ആവശ്യമാണ്, അതിന് കാശും ആവശ്യമുണ്ട്. ഞാൻ ആ സഹോദരനെ ജോലി ചെയ്യാൻ സഹായിക്കുകയാണ് എന്ന് പറഞ്ഞ് ജോലി ചെയ്ത് $2 സോളാണ് കൊടുത്തത്. സോള് കൊടുക്കേണ്ടതിന് പകരം കൂടുതൽ സോളും കൊടുത്തിട്ടാണ് പിതാവ് കടന്നുപോയി ആ സഹോദരനുമായിട്ട് അവിടെ സംസാരിക്കുകയും ഒക്കെ ചെയ്തു. ഇങ്ങനെ ഓരോ പാവങ്ങളിലേക്കും ഇപ്പം കാരിത്താസിന്റെ കൂടെ നിന്ന് പിതാവ് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വെള്ളപ്പൊക്ക സമയത്തൊക്കെ ഇത് കൊണ്ട് നടക്കാനും ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ ഓരോരുത്തരുടെയും വീടിന്റെ ഒക്കെ മുമ്പിൽ ചെന്ന പിതാവാണ് മുടി സാധനങ്ങളും ഒക്കെ കൊടുത്തോണ്ടിരുന്നത്. അതിന്റെ പിതാവിന്റെ കൂടെ പ്രവർത്തിക്കാൻ സാധിച്ചവര് നമ്മുടെ ഈ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്കവരുടെയൊക്കെ മനസ്സിൽ ഒരു നിറഞ്ഞ ഒരു അനുഭവമാണ് പിതാവിന്റെ കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളത്. നിറഞ്ഞ ഒരു അനുഭവമായിട്ടാണ് പറയുന്നത്. ഒരു മിഷൻ തീഷ്ണത പിതാവിൽ എപ്പോഴും ജനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ കണ്ടപ്പോഴും മിഷണറി ആയിട്ട് ഇത്രയും ദൂരത്ത് ഇവിടെ വന്ന് ഞങ്ങളെ കണ്ടപ്പോഴും പിതാവിന് ആ ഒരു സന്തോഷമായിരുന്നു ഞങ്ങളെ കണ്ടപ്പോൾ ഉണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾ എത്തിയല്ലോ മിഷൻ പ്രവർത്തനത്തിനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു മിഷണറി തീഷ്ണത പിതാവിൽ നിന്ന് നമുക്ക് ഓരോ സംസാരത്തിലും പിതാവിന്റെ ഓരോ ടോക്കുകളിലും പല കുർബാനകളിലും നമ്മൾ സംബന്ധിക്കുമ്പോഴത്തേക്കും സന്ദേശമൊക്കെ ആ ഒരു രീതിയിലാണ് പിതാവിന്റെ ഹൃദയത്തിൽ നിന്നും വരുന്നത്. അതിന്നും അത് പരിശുദ്ധ പിതാവ് ആയതിനു ശേഷം പിതാവ് ആദ്യത്തെ നമ്മൾ കേട്ടതാണല്ലോ. ആ ഒരു മിഷണറി തീഷ്ണത അത് പിതാവിന്റെ ബ്ലഡിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഒരു അനുഭവം പോലെയാണ്. നമ്മളെ കാണുമ്പോഴും പിതാവിനെ കാണുമ്പോഴും പിതാവിന്റെ സംസാരത്തിലും ഓരോ മെസ്സേജുകളിലും നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു. പിതാവ് പറയുമായിരുന്നു, ഞാൻ ചിക്കാഗോക്കാരനാണ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി ഞാനൊരു മിഷണറിയാണ് എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം എന്ന് പിതാവ് പലപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിതാവ് അൾത്താരയിൽ നിന്ന് ഈശോയെ സ്വീകരിച്ച് ഏറ്റവും ചേവിലേക്ക് ഇറങ്ങി തിരിച്ച വ്യക്തിയാണ് പരിശുദ്ധ പിതാവ്. പരിശുദ്ധ പിതാവ് പാവങ്ങളുടെ കുടിലുകളിലേക്ക് കയറി ചെല്ലുന്നതിനും പാവങ്ങളോട് ഒത്തു ഭക്ഷിക്കുന്നതിനും ഇപ്പം എവിടെയായാലും പിതാവിനെ സന്ദർശനത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ പിതാവ് ഒരു പ്രത്യേക ഒരു ഭക്ഷണശാലയോ അല്ലെങ്കിൽ പ്രത്യേക സ്ഥലമോ ഒരിക്കലും സ്വീകരിക്കില്ല. ഏറ്റവും ലളിതമായിട്ട് ഏറ്റവും
സാധാരണക്കാര് എവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, എങ്ങനെ കൈ പിടിച്ചാണെങ്കിൽ അവരുടെ കൂടെ നിന്ന് കൈ പിടിച്ച്, സാധാരണക്കാര് നടന്നാണ് പോകുന്നതെങ്കിൽ പിതാവും അവരോടൊപ്പം നടന്നു. സാധാരണക്കാരുടെ വീട് ചെറിയ വീടാണെങ്കിൽ അവരുടെ വീട്ടിലേക്ക് കയറി ചെന്നു. പിന്നെ ഒന്നിനും പിതാവിന് വലിയ ഒരു ഒഫീഷ്യാലിറ്റി ഇല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള പിതാവാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാപ്ലയൻ അച്ഛൻ ഒരിക്കല് അച്ഛന്റെ ഒരു അനുഭവം ഷെയർ ചെയ്യുകയുണ്ടായി ഇവിടെ. പിന്നെ ഒരിക്കല് അച്ഛൻ കുർബാനയ്ക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അച്ഛന്റെ വണ്ടി ഇടിക്കുകയും പെട്ടെന്ന് കേസെടുക്കാൻ പോലീസൊക്കെ വരിക, അങ്ങനെയൊക്കെ വന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അച്ഛൻ ബിഷപ്പിനെ വിളിച്ചു. ഉടനടി ബിഷപ്പ് തന്നെ തന്റെ വണ്ടിയിൽ എത്തുകയും പിതാവിന് ഉടനെ അച്ഛന്റെ അടുത്തേക്ക് ചെന്ന് അച്ഛനെ പുറത്ത് തട്ടി കാര്യങ്ങളെല്ലാം ചോദിച്ച് എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്ത് ആ വണ്ടിയുടെ കാര്യങ്ങളോ വണ്ടിയെ പറ്റിയോ ഒന്നും ചോദിക്കാതെ തന്നെ അച്ഛനെ വണ്ടിയെ കയറ്റി ബിഷപ്പ് ഹൗസിലേക്ക് കൊണ്ടുവന്ന് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറയുകയാണ്, ഒരിക്കലും വണ്ടിക്ക് എന്ത് പറ്റി അല്ലെങ്കിൽ വണ്ടി പോയോ അങ്ങനെയുള്ള ഒരു കാര്യത്തിലേ അല്ല, അച്ഛനെയാണ് കൂടുതൽ ശ്രദ്ധിച്ചതെന്ന്. അതുകൊണ്ട് നമുക്ക് ശരിക്കും പറയാൻ പറ്റും പിതാവ് ഒരു ഒറിജിനൽ ആയിട്ടുള്ള ഒരു നല്ല ഒരു ഇടയനാണ്. പിന്നെ ചിക്ലായോ ഡയസിസിലെ ചെറിയവര് മുതൽ വലിയവര് മുതൽ എല്ലാവരുടെയും ഹൃദയത്തിൽ പിതാവ് ഒരുപോലെയുണ്ട്. അവരുടെ ഹൃദയത്തില് പിതാവിന്റെ സ്നേഹം നിറയെ. അവരുടെ കൈകളിലെല്ലാം പിതാവിനെ കാണാൻ അവരുടെ കൂടെ നിന്നുള്ള ഫോട്ടോസ് എല്ലാം ഉണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ സിസ്റ്റർ പറഞ്ഞു, പിന്നെ ഇവിടെ ഞങ്ങളുടെ ഇവിടുന്നാണ് പിതാവിനെ പരിശുദ്ധ പിതാവ് റൂമിലേക്ക് വിളിച്ച് അവിടെ കാർഡിനൽ ആക്കിയത്. കാർഡിനൽ ആക്കിയ ശേഷവും പിതാവ് ഇവിടുന്ന് പോകുന്നതിന് മുമ്പും സെന്റ് ഓഫ് ഉണ്ടാകും. അപ്പം ആ സെന്റ് ഓഫിന് ഒത്തിരി പേര് പിതാവിനെ അഭിനന്ദിച്ച് പറഞ്ഞത്, അത് വായിച്ചത് എല്ലാവരും തന്നെ, പലരും ഞങ്ങൾ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു, എല്ലാവരും കരഞ്ഞുകൊണ്ടാണ്. അതിനുശേഷം കാർഡിനലായി തിരിച്ചു വന്നതിന് ശേഷം ഈ പറഞ്ഞതുപോണക്ക് ഒരു അപ്പച്ചൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇനി ഞങ്ങളുടെ കാർഡിനൽ തിരിച്ചു വരേണ്ടത് ഒരു പോപ്പായിട്ടാണ്. അപ്പം എല്ലാവർക്കും ആ പിന്നെ ഹൃദയത്തില് അത്രമാത്രം സ്നേഹമുണ്ടായിരുന്നു പരിശുദ്ധ പിതാവിനോട്. തികച്ചും ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പയുടെ ജീവിതത്തിൽ നിങ്ങൾക്കും കാണാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ വരവ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങൾ നിങ്ങൾക്കും സാക്ഷിയാവാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ഭാഗ്യമുള്ള കാര്യമാണ്. പിതാവത്തുള്ള നിമിഷങ്ങൾ, പിതാവത്തുള്ള ജീവിതം, അതൊക്കെ നിങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. എന്തായാലും ഇനി സിസ്റ്റേഴ്സിൻ്റെ മിഷൻ പ്രവർത്തനത്തെക്കുറിച്ചാണ് നമ്മൾ പോകുന്നത്. SP സിസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ വളരെ സുപരിചിതമാണ് കേരളത്തിലുള്ളവർക്കും കേരളത്തിന് പുറത്തുള്ളവർക്കും. സഭാ ജീവിതത്തിൽ ഒരുപാട് സംഭാവനകൾ നൽകുന്ന, അല്ലെങ്കിൽ സഭയ്ക്ക് പുറത്തും സമൂഹത്തിന് ഒരുപാട് സംഭാവനകൾ നൽകുന്ന ഒരു കോൺഗ്രിഗേഷനാണ്, ഒരു സന്യാസി സമൂഹമാണ് SD സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സിസ്റ്റേഴ്സ് ഓഫ് ഡെസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന SD സിസ്റ്റേഴ്സ്. അപ്പോൾ സിസ്റ്റേഴ്സിൻ്റെ ഒരു മിഷൻ പ്രവർത്തനം എന്തൊക്കെ തലത്തിലാണ്, ഏതൊക്കെ രാജ്യങ്ങളിലുണ്ട്, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ബ്രദറെ, ഞങ്ങളുടെ സഭ 1927 മാർച്ച് 19 എറണാകുളം ഡയസിസിലെ ചുണങ്കംവേലി എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ സഭ തുടങ്ങിയത്. സഭ തുടങ്ങിയത് ധന്യൻ വർഗീസ് പയ്യപ്പള്ളിയച്ചനാണ്. നമ്മുടെ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാം വാക്യം, എന്റെ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തു തന്നത് എന്ന തിരുവചനമാണ് ഞങ്ങളുടെ സ്ഥാപക പിതാവിനെ വല്യച്ഛൻ എന്നാണ് വിളിക്കുന്നത്. വല്യച്ഛനെ ആ വചനമാണ് കൂടുതൽ ആകർഷിച്ചതും സ്പർശിച്ചതും. പാവങ്ങൾക്ക് വേണ്ടിയും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടി തുടങ്ങിയ ഒരു സന്യാസ സഭയാണ്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ സഭാസ്ഥാപകൻ ധന്യൻ വർഗീസ് പയ്യപ്പള്ളിയച്ചൻ. നമ്മുടെ അഗസ്റ്റിൻ കണ്ടത്തിൽ പിതാവാണ് ഞങ്ങളുടെ സന്യാസ സഭ തുടങ്ങുന്നതിനുള്ള അനുവാദം നൽകിയിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ സഭയ്ക്ക് 6 പ്രോവിൻസ് ഉണ്ട്. കേരളത്തിൽ 3 പ്രോവിൻസും കേരളത്തിന് പുറത്ത് ഡൽഹി ആസ്ഥാനമാക്കി 2 പ്രോവിൻസും
പിന്നെ ഒരു റീജിയൻ ഹൗസും ഉണ്ട് ഞങ്ങൾക്ക്. കേരളത്തിനകത്തും പുറത്തും ഒക്കെ ആയിട്ട് ഏകദേശം 1800-ലധികം സിസ്റ്റേഴ്സ് ഉണ്ട് SD സന്യാസ സഭയിൽ. ഞങ്ങളൊരു ഏകദേശം ഒരു 13 രാജ്യങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. കൂടുതലും പാവപ്പെട്ട രാജ്യങ്ങളിലാണ്. കെനിയ, എത്യോപ്യ, ഇതുപോലെ പെറു, അമേരിക്ക, ജർമ്മനി, ആഫ്രിക്ക, ടാൻസാനിയ, മഡഗാസ്കർ, പിന്നെ റോം, അങ്ങനെയുള്ള സ്ഥലങ്ങളെ ആസ്ഥാനമാക്കി ഏകദേശം 14 രാജ്യങ്ങളിൽ. കൂടുതൽ ഞങ്ങൾ വൃദ്ധജന ശുശ്രൂഷയും ഈ പറഞ്ഞതുപോലെ ഹാൻഡിക്യാപ്റ്റ് അങ്ങനത്തെ പിള്ളേരെ, സ്ട്രീറ്റ് ബോയ്സ്, ഓൾഡ് ഏജ് ഹോം, പുവർ ഹോം, വൈദികരെ ശുശ്രൂഷിക്കുന്നത്, ഡേ കെയർ സെന്റേഴ്സ്, കൂടുതൽ പിന്നെ സോഷ്യൽ വർക്കിന്റെ കാര്യങ്ങളൊക്കെ, ഹൗസ് വിസിറ്റിംഗ്, പാരിഷ് വർക്ക്, അങ്ങനത്തെ വർക്കുകളൊക്കെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നത്. ഞങ്ങൾ ഹാൻഡിക്യാപ്റ്റ് പിള്ളേരുടെയാണ് ശുശ്രൂഷിക്കുന്നത്. അവർക്ക് ഇതൊരു ഫിസിയോതെറപ്പിയുടെ ഒരു ഹോസ്പിറ്റലാണ് ഇവിടെ. പിള്ളേരിവിടെ താമസിക്കുന്നുണ്ട്. എല്ലാ ദിവസവും അങ്ങനെയുള്ള പിള്ളേരാണ് ഇവിടെ തെറപ്പിക്ക് വേണ്ടി വരുന്നത്. പിന്നെ വലിയവരും ഉണ്ട്, കൊച്ചു പിള്ളേരും, പല ആൾക്കാരാണ് ഇവിടേക്ക് കടന്നു വരുന്നത്. ഇവിടുത്തെ ഭാഷ ആർക്കും മറ്റൊരു ഭാഷ അറിയത്തില്ല. സ്പാനിഷ് മാത്രമേ ഇവർക്ക് അറിയത്തുള്ളൂ. ഇംഗ്ലീഷ് ഒന്നും ആർക്കും വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. ഞങ്ങളും അതിനോടൊക്കെ ഭാഷയോടൊക്കെ ഇപ്പം അനുരൂപപ്പെട്ടൊക്കെ വരുന്നതൊക്കെ ഉള്ളൂ. എങ്കിലും കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ പറയാനൊക്കെ പഠിച്ചു വരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഈ പെറുവിൽ തന്നെ 3 കമ്മ്യൂണിറ്റി ഉണ്ട്. പെറുവിലെ ലീമയുടെ അടുത്തൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. പെറുവിലെ പുക്കാൽപ്പ എന്നൊരു സ്ഥലത്തുണ്ട്. ഇവിടെ തന്നെ ഇനി ഒരു ഹൗസും കൂടെ തുടങ്ങണം എന്നൊരു ആഗ്രഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ദൈവം അനുവദിച്ചാൽ തീർച്ചയായിട്ടും അതിനൊരു പ്രാർത്ഥനയിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ ഭാഗ്യം ചെയ്ത ഒരു സന്യാസിനി സമൂഹമാണ് എന്ന് നമുക്ക് പറയേണ്ടത് തന്നെ വരും. കാരണം പിതാവുമായിട്ടുള്ള ഒരു ബന്ധം, പിതാവിൻ്റെ ശുശ്രൂഷയിൽ നിങ്ങൾക്കും പങ്കുചേരാൻ സാധിച്ചു, ആ പ്രദേശങ്ങളിൽ നിങ്ങൾക്കും ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ ചാരിതാർത്ഥ്യം നൽകുന്നത്. പ്രത്യേകിച്ച് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ അഭിമാനം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. പരിശുദ്ധ പിതാവിനൊപ്പം നിങ്ങളും ശുശ്രൂഷ ചെയ്ത ആ ഒരു വിശേഷങ്ങളൊക്കെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിച്ചതിലും ഞങ്ങളും അഭിമാനിക്കുകയാണ്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നന്ദിയും ഈ സമയത്ത് ഷെക്കന പ്രേക്ഷകരുടെ നാമത്തിൽ നേരുകയാണ്. ഇത്രയും നേരം നമ്മോടൊപ്പം പങ്കുചേർന്നത് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പെറുവിൽ നിന്നാണ്. അവർ മറുപടിയിൽ പ്രേക്ഷകർക്കൊപ്പം സംബന്ധിച്ചത്. എല്ലാവർക്കും നന്ദി.